നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒന്നാം സെമസ്റ്റർ BA എക്കണോമിക്സ് ക്ലാസ്സുകളിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോ എക്കണോമിക്സ് എന്ന പേപ്പറിലെ രണ്ടാമത്തെ ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റ് ആണ്. ഒന്നാമത്തെ യൂണിറ്റ് ഡിമാൻഡ്. നമ്മൾ ഈ ഒരു യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നതിലൂടെ 3 കാര്യങ്ങളാണ് ലക്ഷ്യം വെക്കുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിമാൻഡ് എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ച് കുറച്ചൊന്ന് ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ഷിഫ്റ്റിംഗ് ഡിമാൻഡിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഡിമാൻഡിനെ കുറിച്ചാണ്. എന്താണ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ? ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഓർഡിനറി ലാംഗ്വേജിൽ ഡിമാൻഡ് മീൻസ് ഡിസയർ എന്നാണ്, ആഗ്രഹം എന്നാണ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ. ഇൻ എക്കണോമിക്സിലെ ഡിമാൻഡ് എന്ന് പറഞ്ഞാലോ, എക്കണോമിക്സിലെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് റെഫേഴ്സ് ടു ബോത്ത് ദ ഡിസയർ ടു പർച്ചേസ് ആൻഡ് എബിലിറ്റി ആൻഡ് വില്ലിംഗ്നെസ് ടു പേ ഫോർ എ ഗുഡ്. അതായത് ഒരു ഗുഡ് വാങ്ങാനുള്ള ആഗ്രഹത്തെയും അതേപോലെ തന്നെ അത് പേ ചെയ്തുകൊണ്ട് ക്യാഷ് കൊടുക്കാൻ വില്ലിംഗ് ആയിട്ടുള്ള എബിലിറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡിമാൻഡ് എന്ന് പറയുന്നത് എക്കണോമിക്സിൽ. ഇനി ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഉണ്ട്, അതേപോലെ തന്നെ മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ട്. എന്താണ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ? ഡിമാൻഡ് റെപ്രസെന്റ്സ് ദ വേരിയസ് ക്വാണ്ടിറ്റീസ് ഓഫ് എ കൊമോഡിറ്റി ദാറ്റ് കൺസ്യൂമേഴ്സ് വുഡ് ബൈ ഇൻ എ ഗിവൺ മാർക്കറ്റ് ഓവർ എ പീരീഡ് ഓഫ് ടൈം അറ്റ് ഡിഫറെന്റ് പ്രൈസസ്. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റിൽ നിന്നും ഒരു കൊമോഡിറ്റി ഡിഫറെന്റ് പ്രൈസസിൽ എത്ര ക്വാണ്ടിറ്റീസ് നമുക്ക് വാങ്ങിക്കാൻ കഴിയും, ഒരു കൺസ്യൂമറിന് എത്ര ക്വാണ്ടിറ്റീസ് വാങ്ങിക്കാൻ കഴിയും എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. എന്നാൽ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇസ് ദ ടോട്ടൽ സം ഓഫ് ഡിമാൻഡ് ഫ്രം ആൾ കൺസ്യൂമേഴ്സ് ഇൻ എ മാർക്കറ്റ്. അതായത് ഒരു മാർക്കറ്റിലുള്ള എല്ലാ കൺസ്യൂമേഴ്സിന്റെയും ടോട്ടൽ ഡിമാൻഡിനെയാണ് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡിമാൻഡ് എന്താന്ന് പറഞ്ഞു, ഓർഡിനറി ലാംഗ്വേജിൽ എന്താന്ന് പറഞ്ഞു, എക്കണോമിക്സിൽ എന്താന്ന് പറഞ്ഞു, അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്താണെന്നും മാർക്കറ്റ് ഡിമാൻഡ് എന്താണെന്നും ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ഡിമാൻഡ് ഫംഗ്ഷൻ. എന്താണ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഡിമാൻഡ് ഫംഗ്ഷൻ എക്സ്പ്രസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആൻഡ് ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ്. അതായത് ക്വാണ്ടിറ്റി ഡിമാൻഡും അതേപോലെ തന്നെ ഈ ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ ഡിമാൻഡ് ഫംഗ്ഷന് മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത് D = F of P/T P1 P2 എക്സെട്ര. അതായത് ഇതിൽ ഓരോ ഫാക്ടേഴ്സിനെയും പറഞ്ഞാൽ D എന്ന് പറഞ്ഞാൽ D സ്റ്റാൻഡ്സ് ഫോർ ഡിമാൻഡ്, F എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഓഫ് പ്രൈസ് ഓഫ്, P എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് കൊമോഡിറ്റി, Y ഇൻകം ഓഫ് ദ കൺസ്യൂമർ, T എന്ന് പറഞ്ഞാൽ കൺസ്യൂമേഴ്സ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, P1 P2 എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് ആണ്. അപ്പൊ നമ്മൾ ഡിമാൻഡ് ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ക്വാണ്ടിറ്റി ഡിമാൻഡും അതിന് ഈ ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു ഒരുപാട് ഫാക്ടേഴ്സ് ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടർ ആണ് പ്രൈസ് എന്ന് പറയുന്നത്, പ്രൈസ് ഓഫ് ദ കൊമോഡിറ്റി. ഇതിനെയാണ് സൈറ്റീരിയസ് പാരിബസ് എന്ന് പറയുന്നത്. അതായത് ബാക്കിയുള്ള ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു, ഒരു കൺസ്യൂമറിന്റെ ഇൻകം, അതേപോലെ തന്നെ കൺസ്യൂമറിന്റെ പ്രിഫറൻസ്, റിലേറ്റഡ് ഗുഡ്സിന്റെ പ്രൈസ്, ഇതൊക്കെ ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. എന്നാൽ ഈ ഫാക്ടേഴ്സിനെ എല്ലാം കോൺസ്റ്റന്റ് ആയി നിർത്തിയിട്ട് പ്രൈസിനെ മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, പ്രൈസ് മാത്രം ഇൻഫ്ലുവൻസ് ചെയ്യാണ്, ആ ഒരു കൺസെപ്റ്റിനെ പറയുന്നതാണ് സൈറ്റീരിയസ് പാരിബസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്ന ഒരു ടോപ്പിക്കാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ്സ് ദാറ്റ് ആൾ അതർ ഫാക്ടേഴ്സ് ബീങ് കോൺസ്റ്റന്റ് ദർ ഈസ് എ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് പ്രൈസ്. അതായത് ലോ ഓഫ് ഡിമാൻഡിൽ പറയുന്നത് ബാക്കിയുള്ള ഫാക്ടേഴ്സിനൊക്കെ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തിയിട്ട് ഡിമാൻഡും അതേപോലെ തന്നെ പ്രൈസും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആയിരിക്കും എന്നാണ് ലോ ഓഫ് ഡിമാൻഡിൽ പറയുന്നത്. പ്രൈസും അതേപോലെ തന്നെ ഡിമാൻഡും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ് ആണ്, നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണ് എന്നൊക്കെ പറയാം. വെൻ പ്രൈസ് ഓഫ് എ നോർമൽ ഗുഡ് ഇൻക്രീസസ് ഡിമാൻഡ് ഡിക്രീസസ് ആൻഡ് വൈസ് വേഴ്സ. അതായത് ഒരു നോർമൽ ഗുഡ്സിന്റെ പ്രൈസ് കൂടുകയാണെങ്കിൽ അതിന്റെ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുകയാണെങ്കിൽ അതിന്റെ ഡിമാൻഡ് കുറയും. അതാണ് ലോ ഓഫ് ഡിമാൻഡിൽ പറയുന്നത്. നെക്സ്റ്റ് നോർമൽ ഗുഡ്സിന്റെ കേസാണ് പറഞ്ഞത്. ഇനി ഇൻകവും അതേപോലെ തന്നെ ഡിമാൻഡും തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്ത് നോക്കാം. അതായത് ഒരു കൺസ്യൂമറുടെ ഇൻകം കൂടുകയാണെങ്കിൽ നോർമലി ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുക. അതായത് ഇൻകം കുറയുമ്പോൾ ഡിമാൻഡ് കുറയും. അതുകൊണ്ട് തന്നെ ഡിമാൻഡും ഇൻകവും തമ്മിൽ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് പ്രൈസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് യൂസിങ് എ ഡിമാൻഡ് ഷെഡ്യൂൾ. നമ്മൾ പറഞ്ഞു ഈ ഒരു ഡിമാൻഡും അതേപോലെ പ്രൈസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്
പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് എന്തെന്ന് പറയുന്നത്, ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഇസ് എ ടേബിൾ ദാറ്റ് ഡിസ്പ്ലേസ് ദ എമൗണ്ട് ഓഫ് ഗുഡ് കൺസ്യൂമേഴ്സ് ആർ വില്ലിംഗ് ടു ബൈ അറ്റ് ഡിഫറെന്റ് പ്രൈസസ്. അതായത് ഒരു കൊമഡിറ്റി ഡിഫറെന്റ് പ്രൈസസിൽ കൺസ്യൂമേഴ്സ് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുള്ള എമൗണ്ട് ഓഫ് ഗുഡ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ടേബിൾസിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അതായത് ഡിമാൻഡിന്റെയും ക്വാണ്ടിറ്റിയെയും റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ടേബിളിനെയാണ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ബാക്കിയുള്ള ഫാക്ടേഴ്സിനെയൊക്കെ കോൺസ്റ്റന്റ് ആയിട്ടാണ് നിർത്തുന്നത്. ഇവിടെ വേരിയബിൾസ് അഫക്ട് ചെയ്യുന്നത് പ്രൈസ് മാത്രമേ ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഡിമാൻഡ് കർവ് ആണ്. ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഈ ഡിമാൻഡ് ഷെഡ്യൂൾ എന്താന്ന് പറഞ്ഞു, ഈ ഡിമാൻഡ് ഷെഡ്യൂളിനെ നമ്മളൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ കാണിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഡിമാൻഡ് കർവ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദ ഡിമാൻഡ് ഷെഡ്യൂൾ. ഡിമാൻഡ് ഷെഡ്യൂളിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനെയാണ് എന്തെന്ന് പറയുന്നത്, ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഇറ്റ് ഷോസ് ദ ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ ദ ക്വാണ്ടിറ്റി പ്രൈസ് ആൻഡ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ്. പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് ഡിമാൻഡ് കർവിൽ കാണിക്കുന്നത്. ആസ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് കുറയും, പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് കൂടും. ഓക്കെ, ഇവിടെ ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവാണ്. ഗ്രാഫ് ഈസ് എ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ഷോവിംഗ് നെഗറ്റീവ് റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ്. പ്രൈസും ഡിമാൻഡും തമ്മിൽ ഒരു നെഗറ്റീവ്ലി സ്ലോപ്പിംഗ് കർവാണ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ എന്തുകൊണ്ടാണ്, നമ്മൾ പറഞ്ഞു ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണെന്ന് പറഞ്ഞു. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആവുന്നത്, അതിനുള്ള റീസൺസ് എന്താണെന്നാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അതിന് ഈ ഒരു ഡൗൺവേർഡ് സ്ലോപ്പിങ്ങിന് മെയിൻ ആയിട്ടും 2 റീസൺസ് ആണുള്ളത്. ഒന്ന് ഇൻകം എഫക്റ്റും, രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും. ഇൻകം എഫക്റ്റും രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും. എന്താണ് ഇൻകം എഫക്റ്റ് എന്ന് പറഞ്ഞാൽ? ഇൻകം എഫക്റ്റ് എന്ന് പറഞ്ഞാൽ when the price of a commodity decreases, consumers purchase power increases, allowing them to buy more. അതായത് കൊമഡിറ്റിയുടെ പ്രൈസ് കുറയുമ്പോൾ, ഒരു കേസ് നോക്കുകയാണെങ്കിൽ ഒരു കൊമഡിറ്റിയുടെ പ്രൈസ് കുറയുകയാണെങ്കിൽ കൺസ്യൂമേഴ്സിന്റെ പർച്ചേസിംഗ് പവർ എന്താക്കും, ഇൻക്രീസ് ചെയ്യും. അതായത് പർച്ചേസിംഗ് പവറും അതേപോലെ കൺസ്യൂമേഴ്സിന്റെ പ്രൈസ് കൊമഡിറ്റീസിന്റെ പ്രൈസ് എന്ന് പറയുന്നതും ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. പ്രൈസ് കുറയുകയാണെങ്കിൽ പർച്ചേസിംഗ് പവർ കൂടും, അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് കൺസ്യൂമേഴ്സിന് സാധനങ്ങൾ കൺസ്യൂം ചെയ്യാൻ പറ്റും. when the price rise, purchasing power decreases, leading to reduced consumption. അതായത് ഒരു കൊമഡിറ്റിയുടെ പ്രൈസ് കൂടുകയാണെങ്കിൽ പർച്ചേസിംഗ് പവർ കുറയും, അതുകൊണ്ട് തന്നെ നമ്മളെ കൺസംഷൻ കുറയും. ഈ ഒരു എഫക്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻകം എഫക്റ്റ് എന്ന് പറയുന്നത്. ഇൻകം എഫക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൈസ് കൂടുമ്പോൾ പർച്ചേസിംഗ് പവർ കുറയുകയും പ്രൈസ് കുറയുമ്പോൾ പർച്ചേസിംഗ് പവർ കൂടുകയും ചെയ്യുന്നു. ഈ ഒരു എഫക്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻകം എഫക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, when the price of a good falls, it becomes relatively cheaper than other similar goods, leading to consumers purchase more of it instead of costlier alternatives. Substitute goods എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ തരുന്ന 2 ഗുഡ്സ്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടീ ആൻഡ് കോഫി, അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലും പാം ഓയിലും, അങ്ങനെ 2. അതായത് നമുക്ക് സെയിം ആവശ്യമാണ് രണ്ടെണ്ണത്തിനും, അത് ഏത് യൂസ് ചെയ്താലും നമ്മൾ ആവശ്യം നിറവേറും. അങ്ങനത്തെ ഗുഡ്സിനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുക. അപ്പോൾ ഈ ഒരു ഗുഡ്സിന്റെ പ്രൈസ് കൂടുമ്പോൾ, ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ പ്രൈസ് കൂടുമ്പോൾ വേറൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ ഡിമാൻഡ് കൂടും. ഓക്കെ, അപ്പം ഒരു ഗുഡ്സിന്റെ പ്രൈസ് കുറയുമ്പോൾ ഈ 2 ഗുഡ്സും കൺസ്യൂമേഴ്സ് 2 ഗുഡ്സും കമ്പയർ ചെയ്യും. ഏതാണോ ചീപ്പർ, ഏതാണോ കുറവ് പ്രൈസ് ഉള്ളത്, അതാണ് കൺസ്യൂമേഴ്സ് സെലക്ട് ആക്കുക. ആ ഒരു എഫക്റ്റിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താ വെച്ചാല് ഈ 2 എഫക്റ്റുകൾ പറഞ്ഞു, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും അതേപോലെ തന്നെ ഇൻകം എഫക്റ്റും. ഈ 2 എഫക്റ്റിന്റെയും കോമ്പിനേഷനെയാണ് പ്രൈസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രൈസ് എഫക്റ്റ് ആണ് നമ്മളെ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആവാൻ കാരണം. ബോത്ത് എഫക്ട്സ് ടുഗദർ കോൺട്രിബ്യൂട്ട് ആൻഡ് ഓവറോൾ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് when price falls, causing demand curve slopes downward from left to right. ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആവാൻ കാരണം ഈ ഒരു പ്രൈസ് എഫക്റ്റ് ആണ്. പിന്നെ ഈ ഒരു ഇതിൽ അഡീഷണൽ ആയിട്ട് പഠിക്കാനുള്ളതാണ്
ആണ് ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒരു പുതിയൊരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് Q ഈക്വൽ ടു A മൈനസ് BP എന്നുള്ളതാണ്. ഇവിടെ A എന്നുള്ളത് ഇന്റർസെപ്റ്റിനെയും മൈനസ് B എന്നുള്ളത് സ്ലോപ്പും ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മാർക്കറ്റ് ഡിമാൻഡ് ആണ്. മാർക്കറ്റ് ഡിമാൻഡ് ആണ്. എന്താണ് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ? മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇസ് ദ ടോട്ടൽ ഡിമാൻഡ് ഓഫ് ആൾ കൺസ്യൂമേഴ്സ് അറ്റ് ഈച്ച് പ്രൈസ് ലെവൽ. ഓരോ പ്രൈസ് ലെവലിലെയും കൺസ്യൂമേഴ്സിന്റെ എല്ലാ കൺസ്യൂമേഴ്സിന്റെയും ടോട്ടൽ ഡിമാൻഡിനെയാണ് എന്തെന്ന് പറയുന്നത് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഈച്ച് പ്രൈസ് ലെവലിൽ ഓരോ പ്രൈസ് ലെവലിലെയും ഇൻഡിവിജ്വൽസിന്റെ ടോട്ടൽ ഡിമാൻഡിനെയാണ് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു മാർക്കറ്റിലേക്ക് ഒരുപാട് കൺസ്യൂമേഴ്സ് വരികയാണെങ്കിൽ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ ഡിമാൻഡ്സിന്റെ സമ്മിനെയാണ് എന്തെന്ന് പറയുന്നത് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്, ടോട്ടൽ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഈ ഒരു മാർക്കറ്റ് ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹൊറിസോണ്ടൽ സമ്മേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരുപാട് കൺസ്യൂമേഴ്സ്, ഒരുപാട് ഇൻഡിവിജ്വൽസ് നമ്മുടെ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഓരോ പ്രൈസ് ലെവലിലും ഇൻഡിവിജ്വൽ ഡിമാൻഡ് ആഡ് ചെയ്ത് വേണം നമ്മൾ മാർക്കറ്റ് ഡിമാൻഡ് കണ്ടുപിടിക്കാൻ. ആ ആഡ് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഹൊറിസോണ്ടൽ സമ്മേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. ആദ്യം പറയുന്നത് മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ്. മൂവ്മെന്റ് എന്താണെന്നാണ് ആദ്യം പറയുന്നത്. മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ് occurs due to change in price of a commodity. Other factors do not cause this movements. അതായത് പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ ഡിമാൻഡ് കർവിൽ വരുന്ന മാറ്റത്തിനെയാണ്, ഡിമാൻഡ് കർവിൽ ചേഞ്ച് വരികയാണെങ്കിൽ, ഡിമാൻഡ് കർവിൽ മൂവ്മെന്റ് ചേഞ്ച് വരികയാണെങ്കിൽ അതിനെയാണ് മൂവ്മെന്റ് അലോങ് ദ കർവ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഫാക്ടേഴ്സ്, അതായത് ഇൻകം ആയിക്കോട്ടെ, റിലേറ്റഡ് ഗുഡ്സിന്റെ പ്രൈസ് ആയിക്കോട്ടെ, പ്രിഫറൻസ് ആയിക്കോട്ടെ, ബാക്കിയുള്ള ഫാക്ടേഴ്സ് ഒക്കെ റിമെയിൻസ് കോൺസ്റ്റന്റ് ആക്കി വെച്ച് പ്രൈസ് മാത്രം ചേഞ്ച് വരുത്തുമ്പോൾ ഡിമാൻഡ് കർവിൽ ചേഞ്ച് വരികയാണെങ്കിൽ അതിനെയാണ് മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഈ ഒരു മൂവ്മെന്റ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡും അതേപോലെ തന്നെ കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡും. എന്താണ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്? when the price of good falls the quantity demand increases leading to downward movement along the demand curve. അതായത് ഒരു ഗുഡ്സിന്റെ പ്രൈസ് കുറയാണ്, അതുകൊണ്ട് ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും. നമ്മൾ പറഞ്ഞു പ്രൈസും ഡിമാൻഡും ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. അതുകൊണ്ട് തന്നെ പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുകയാണെങ്കിൽ അത് എന്ന് പറയുന്നത് ഡിമാൻഡ് കർവിനെ ഡൗൺവേർഡ് മൂവ്മെന്റിലേക്ക് ലീഡ് ചെയ്യുന്നത്. അതിനെയാണ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി എന്താണ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ when the price of a good rises the quantity demanded decreases leading to upward movement along the demand curve. അതായത് ഒരു ഗുഡ്സിന്റെ പ്രൈസ് കൂടാണ്, അപ്പൊ ഡിമാൻഡ് എന്താവും? കുറയും. അങ്ങനെ ഡിമാൻഡ് കുറയുമ്പോൾ ഡിമാൻഡ് കർവ് അപ്വേർഡ് മൂവ്മെന്റിലേക്ക് ലീഡ് ചെയ്യും. അതിനെയാണ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി നമ്മളിപ്പോ പറഞ്ഞത് മൂവ്മെന്റ്സ് ആണ്, അതായത് എക്സ്പാൻഷനും കോൺട്രാക്ഷനും. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആണ്. നമ്മൾ പറഞ്ഞു മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസിൽ ചേഞ്ച് വരികയാണെങ്കിൽ ഡിമാൻഡിൽ ചേഞ്ച് വരുന്നതിനാണ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. എന്നാൽ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസിലല്ല, ബാക്കിയുള്ള ഫാക്ടേഴ്സ്, നമ്മൾ മൂവ്മെന്റിൽ ബാക്കിയുള്ള ഫാക്ടേഴ്സിനെ കോൺസ്റ്റന്റ് ആക്കി നിർത്തിയേക്കാണ്. എന്നാൽ ഈ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡിൽ അതർ ഫാക്ടേഴ്സിൽ ചേഞ്ച് വരുമ്പോൾ, അതർ ഫാക്ടേഴ്സിലും പാടെ ചേഞ്ച് വരുമ്പോൾ ഡിമാൻഡ് കർവിൽ ചേഞ്ച് വരുന്നതിനെ, ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ്, മാറ്റം വരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. അൺലൈക്ക് ദ മൂവ്മെന്റ്സ് അലോങ് ദ കർവ് വിച്ച് ഹാപ്പൻ ഡ്യൂ ടു ദ പ്രൈസ് ചേഞ്ചസ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ് occurs the factors other than price. അതായത് പ്രൈസ്, നമ്മൾ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞു പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോഴാന്ന് പറഞ്ഞു. എന്നാൽ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അതർ ഫാക്ടേഴ്സും ചേഞ്ച് ചെയ്യുമ്പോൾ ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഡിമാൻഡിന്റെ ചേഞ്ച് വരുത്തുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഈ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, റൈറ്റ് വേർഡ് ഷിഫ്റ്റും ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റും. എന്താ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻ ദ ഡിമാൻഡ് കർവ് ഹാപ്പൻസ് when the demand increases at the same price level. അതായത് പ്രൈസ് ലെവലിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല, സെയിം പ്രൈസ് ലെവലിൽ ഡിമാൻഡ് കൂടുകയാണെങ്കിൽ അതിനെയാണ് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഇത് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്, occurs when the demand decreases at the same price level. അതായത് സെയിം പ്രൈസ് ലെവലിൽ ഡിമാൻഡ് കുറയുകയാണെങ്കിൽ അതിനെയാണ് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത്
റൈറ്റ് വേർഡ് ഷിഫ്റ്റ് നമ്മൾ പറഞ്ഞു ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് രണ്ട് തരത്തിലുണ്ട്. ഇനി അതിനുള്ള കാരണങ്ങൾ, അതായത് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റത്തെയാണ് റൈറ്റ് വേർഡ് ഷിഫ്റ്റ്. റൈറ്റ് വേർഡ് കോസസ് ഓഫ് റൈറ്റ് വേർഡ് ഷിഫ്റ്റ്. റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ആവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നോർമൽ ഗുഡ്സിന്റെ കേസിൽ കൺസ്യൂമേഴ്സിന്റെ ഇൻകം കൂടുകയാണെങ്കിൽ, നോർമൽ ഗുഡ്സിന്റെ കേസിലാണെങ്കിൽ കൺസ്യൂമേഴ്സിന്റെ ഇൻകം കൂടുകയാണെങ്കിൽ എന്താകും, റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ആകും. അതായത് ഡിമാൻഡ് കൂടും. അതായത് നോർമൽ ഗുഡ്സിൽ കൺസ്യൂമേഴ്സിന്റെ ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കൂടും. എന്നാൽ ഇൻഫീരിയർ ഗുഡ്സിലാണെങ്കിൽ കൺസ്യൂമേഴ്സിന്റെ ഇൻകം കുറയുകയാണെങ്കിൽ ഡിമാൻഡ് കൂടും. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ കേസിലാണെങ്കിലോ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ പ്രൈസ് കൂടുമ്പോൾ എന്താവും, റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ആകും. അതേപോലെ തന്നെ കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ, കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ പ്രൈസും ഡിക്രീസ് ചെയ്യുമ്പോൾ എന്താവും, റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ആണ് വരിക. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മൾ റൈറ്റ് വേർഡ് ഷിഫ്റ്റിലേക്കുള്ള കാരണങ്ങൾ പറഞ്ഞു. ഇനി കോസസ് ഓഫ് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ്. ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റിനുള്ള കാരണങ്ങൾ എന്താ വെച്ചാൽ, ഈ റൈറ്റ് വേർഡ് ഷിഫ്റ്റിന് പറഞ്ഞ കാരണങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റിന് ഉണ്ടാവുക. അതായത് നോർമൽ ഗുഡ്സിന്റെ കേസിലാണെങ്കിൽ ഇൻകം ഡിക്രീസ് ചെയ്യുമ്പോൾ എന്താവും, ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ആകും. അതേപോലെ തന്നെ ഇൻഫീരിയർ ഗുഡ്സിന്റെ കേസിലാവുമ്പോൾ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ആകും. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ പ്രൈസ് കുറയുമ്പോൾ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ആകും. അതേപോലെ തന്നെ കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ പ്രൈസ് കൂടുമ്പോൾ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ആകും. ഇത്രയാണ് എന്തെന്ന് പറയുന്നത് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റും അതേപോലെ തന്നെ റൈറ്റ് വേർഡ് ഷിഫ്റ്റും വരാനുള്ള കാരണങ്ങൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള ഒരു ടോപ്പിക്കാണ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൈസ് ആണ് കീ ഫാക്ടർ എന്ന്. അതർ ഫാക്ടേഴ്സും ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും അതർ ഫാക്ടേഴ്സും ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. ആ ഒരു ഫാക്ടേഴ്സ് ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റത്തെയാണ് പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് കോംപ്ലിമെന്ററി ഗുഡ്സ്. കോംപ്ലിമെന്ററി ഗുഡ്സിന്റെയും സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെയും പ്രൈസ്. എന്താണ് കോംപ്ലിമെന്ററി ഗുഡ്സ് അല്ലെങ്കിൽ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്? Substitute goods എന്ന് പറയുന്നത് എന്താണ്? Goods that can replace each other. If the price of one rise, demand for its substitute increases. Substitute goods in example എന്തൊക്കെയെന്ന് വെച്ചാൽ ടീ ആൻഡ് കോഫി, കോക്കനട്ട് ഓയിൽ, പാം ഓയിൽ, അതൊക്കെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന് എക്സാമ്പിൾ. അതായത് നമുക്ക് ഒന്നിന് പകരം മറ്റൊന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഗുഡ്സിനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുന്നത്. എന്നാൽ കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്ട്സ് യൂസ്ഡ് ടുഗദർ, അതായത് നമുക്ക് ഒരുമിച്ച് യൂസ് ചെയ്യേണ്ട പ്രൊഡക്ട്സിനെയാണ് കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. ഒരു ഗുഡ്സിന്റെ പ്രൈസ് കൂടുമ്പോൾ മറ്റൊരു ഗുഡ്സിന്റെ ഡിമാൻഡ് കുറയുന്നതിനാണ് എന്തെന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്ററി ഗുഡ്സ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെൻ ആൻഡ് ഇങ്ക്, ഷൂ ആൻഡ് ലേസ്, ടീ ആൻഡ് ഷുഗർ, ഇതൊക്കെയാണ് കോംപ്ലിമെന്ററി ഗുഡ്സിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാനുള്ളത് അടുത്തൊരു എഫക്ട് ചെയ്യുന്ന ഫാക്ടറാണ് രണ്ടാമത് ഇൻകം ഓഫ് ദ കൺസ്യൂമർ എന്ന് പറയുന്നത്. ഇൻകം ഓഫ് ദ കൺസ്യൂമേഴ്സിന്റെ ഇൻകം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻകവും ഡിമാൻഡും തമ്മിൽ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണുള്ളത്. ദർ ഈസ് എ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസ്യൂമർ ഇൻകം ആൻഡ് ഡിമാൻഡ് ഫോർ എ നോർമൽ ഗുഡ്സ്. നോർമൽ ഗുഡ്സിൽ ഡിമാൻഡും അതേപോലെ ഇൻകവും പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണ് ഉള്ളത്. ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഏർണസ്റ്റ് ഏഞ്ചൽ അദ്ദേഹത്തിന്റെ കർവ് ഏഞ്ചൽസ് കർവ് എന്നുള്ളതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ്, ഇൻകവും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഏർണസ്റ്റ് ഏഞ്ചൽ അദ്ദേഹത്തിന്റെ ഏഞ്ചൽ കർവില് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏർണസ്റ്റ് ഏഞ്ചൽ അദ്ദേഹത്തിന്റെ ഏഞ്ചൽ കർവില് എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഗുഡ്സിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എസെൻഷ്യൽ കൺസ്യൂമർ ഗുഡ്സ്, നോർമൽ കൺസ്യൂമർ ഗുഡ്സ്, ഇൻഫീരിയർ ഗുഡ്സ് ആൻഡ് പ്രസ്റ്റീജ് ആൻഡ് ലക്ഷറി ഗുഡ്സ്. അങ്ങനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റത്തെ എസെൻഷ്യൽ കൺസ്യൂമർ ഗുഡ്സ്. എസെൻഷ്യൽ കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെസസിറ്റീസ് ലൈക്ക് റൈസ്, വെജിറ്റബിൾസ് ആൻഡ് കുക്കിംഗ് ഗ്യാസ് എക്സെട്ര. അതായത് നമുക്ക് എസെൻഷ്യൽ ആയിട്ട് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഗുഡ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? എസെൻഷ്യൽ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇത് ഡിമാൻഡ് ഇൻക്രീസസ് ഓൺലി അപ് ടു എ സർട്ടൈൻ ലെവൽ. ഇതിന്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സർട്ടൈൻ ലെവൽ മാത്രമേ ഇൻക്രീസ് ആവുള്ളൂ. അതായത് നമുക്ക് കുക്കിംഗ് ഗ്യാസ് വേണം. കുക്കിംഗ് ഗ്യാസിന്റെ പ്രൈസ് കുറഞ്ഞു വിചാരിച്ച് നമ്മൾ ഒരുപാട് വാങ്ങി വെക്കൊന്നുമില്ലല്ലോ. അപ്പോൾ അതിന്റെ ആ ഒരു നെസസിറ്റീസ്, അതായത്
നെസസിറ്റി ഗുഡ്സിന്റെ എസെൻഷ്യൽ ഗുഡ്സിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു ലിമിറ്റ് വരെ ലിമിറ്റ് ഒരു സർട്ടൈൻ ലെവൽ വരെ ലിമിറ്റഡ് ആണ്. രണ്ടാമത്തെയാണ് നോർമൽ ഗുഡ്സ്, നോർമൽ കൺസ്യൂമർ ഗുഡ്സ്. നോർമൽ ഗുഡ്സിൽ ഏതൊക്കെയാണ് വരിക? ക്ലോത്തിങ്, ഡ്യൂറബിൾ ഗുഡ്സ്, ഗാഡ്ജറ്റ്സ്. ഇവിടുന്ന് ഇതിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഡിമാൻഡ് റൈസസ് വിത്ത് ഇൻകം ഇനീഷ്യലി റെപ്പിഡ്ലി ആൻഡ് ദെൻ അറ്റ് എ മോഡറേറ്റ് റേറ്റ്. അതായത് ആദ്യം കുറച്ച് കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യും, പിന്നെ അത് മോഡറേറ്റ് റേറ്റിലാകും. അതായത് നോർമൽ കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുമ്പോൾ ക്ലോത്തിങ്, അതേപോലെ തന്നെ ഡ്യൂറബിൾ ഗുഡ്സ്, ഇതൊക്കെയാണ് നോർമൽ ഗുഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇൻഫീരിയർ ഗുഡ്സ് ആണ്. ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഡ്സ് ഫോർ വിച്ച് ഡിമാൻഡ് ഫാൾസ് ആസ് ഇൻകം ഇൻക്രീസസ്. ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്ന ഗുഡ്സിനെയാണ് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെക്കൻഡ് ഹാൻഡ് കാർസ്, അതേപോലെ തന്നെ ക്വാളിറ്റി കുറഞ്ഞ ഫുഡ്സ് കാര്യങ്ങളൊക്കെ. അതായത് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെക്കൻഡ് ഹാൻഡ് കാർസ് എന്തുകൊണ്ടാണ് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത്? നമ്മൾ ഇൻകം കൂടുമ്പോൾ, ഇൻകം കുറയുമ്പോഴാണ് നമ്മൾ ഈ സെക്കൻഡ് ഹാൻഡ് കാർസ് കാര്യങ്ങളൊക്കെ വാങ്ങുക. ഇൻകം കൂടുതലാകുമ്പോൾ നമുക്കൊരു ന്യൂ കാർ വാങ്ങാനോ. അപ്പം ഇൻകം കൂടുമ്പോൾ ആ ഒരു സെക്കൻഡ് ഹാൻഡ് കാറിനുള്ള ഡിമാൻഡ് കുറയാണ്. അപ്പൊ ആ ഒരു ഗുഡ്സിനെയാണ് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് പ്രസ്റ്റീജ് ആൻഡ് ലക്ഷറി ഗുഡ്സ്. അതായത് വെൽത്തി ആയിട്ടുള്ള, പണക്കാരായിട്ടുള്ള ആളുകൾ യൂസ് ചെയ്യുന്ന നല്ല ഹൈ ആയിട്ടുള്ള ഹൈ എൻഡ് പ്രൊഡക്ട്സിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രസ്റ്റീജ് ഗുഡ്സ് അല്ലെങ്കിൽ ലക്ഷറി ഗുഡ്സ് എന്ന് പറയുന്നത്. ഹൈ കോസ്റ്റ് ഉള്ള ഗുഡ്സിനെയാണ് ലക്ഷറി ഗുഡ്സ് അല്ലെങ്കിൽ പ്രസ്റ്റീജ് ഗുഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള അടുത്തൊരു പോയിന്റ് ആണ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് രണ്ടെണ്ണം പറഞ്ഞു. ഇനി മൂന്നാമത്തെയാണ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് കൺസ്യൂമേഴ്സ്. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് കൺസ്യൂമേഴ്സ്. നമ്മുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിന്റെ അല്ലെങ്കിൽ ഒരു കൺസ്യൂമറിന്റെ ഏജിനെ, സോഷ്യൽ ക്ലാസ്സിനെ, ഫാഷൻ ട്രെൻഡിനെ, പേഴ്സണൽ ചോയ്സസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണുള്ളത്. അതായത് ഇപ്പം നമ്മൾ ഒരു 20 വയസ്സുള്ള ആളെ ഫാഷൻ ട്രെൻഡും അതേപോലെ തന്നെ ഒരു 40 വയസ്സായ ഫാഷൻ ട്രെൻഡും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാകും. അപ്പം അതാണ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഫോർ ദ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് ആൻഡ് സ്നോബ് എഫക്റ്റ്. ഡെമോൺസ്ട്രേഷൻ എഫക്റ്റും സ്നോബ് എഫക്റ്റും. ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ്, സ്നോബ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ ആൻഡ് മിഡിൽ ഇൻകം ഗ്രൂപ്പ്സ് ടെൻഡ് ടു ഇമിറ്റേറ്റ് ദ പർച്ചേസിംഗ് ഹാബിറ്റ്സ് ഓഫ് വെൽത്തി പെർട്ടിക്കുലർലി വെൻ ന്യൂ പ്രൊഡക്ട്സ് എൻ്റർ ദ മാർക്കറ്റ്. അതായത് ലോ ഇൻകം ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ മിഡിൽ ഇൻകം ഗ്രൂപ്പ്സ് പണക്കാരായിട്ടുള്ള ആൾക്കാർ, വെൽത്തി പേഴ്സൺസിനെ കണ്ടിട്ട് അവരെ പോലെ ഇമിറ്റേറ്റ് ചെയ്യുന്നതിനെയാണ് ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് അല്ലെങ്കിൽ സ്നോബ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ അടുത്ത വീട്ടുകാർ അത്യാവശ്യം വലിയൊരു വീട് വെച്ചാൽ നമ്മളും അതേപോലെ അത് കണ്ട് നമ്മളും ഒരു വലിയ വീട് വെക്കുകയാണെങ്കിൽ അതിനെയാണ് എന്ത്? ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് അല്ലെങ്കിൽ സ്നോബ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പുതിയൊരു ഫോൺ മാർക്കറ്റിൽ ഇറങ്ങിയാൽ എത്ര പൈസ ഇല്ലാത്ത ആളാണെങ്കിലും ആ ഒരു പുതിയ ഫോണ് വാങ്ങിക്കും. ആ ഒരു എഫക്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്നോബ് എഫക്റ്റ്, ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് അല്ലെങ്കിൽ സ്നോബ് എഫക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ്, ലാസ്റ്റത്തെ ഒരു ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടറാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ഇൻക്രീസസ് ദ മാർക്കറ്റ് ഡിമാൻഡ് ഫോർ എസെൻഷ്യൽ ഗുഡ്സ്. അതായത് പേഴ്സൺസിന്റെ ഇടയിൽ നാഷണൽ ഇൻകം ഫെയർ ആയിട്ട് വേണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ എന്നുള്ളതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകത്തിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് മെഷേഴ്സ് ദ റെസ്പോൺസീവ്നെസ് ഓഫ് ഡിമാൻഡ് ടു ചേഞ്ച് ഇൻ പ്രൈസ്, ഇൻകം ആൻഡ് റിലേറ്റഡ് ഗുഡ്സ്. അതായത് പ്രൈസിലോ ഇൻകത്തിലോ അല്ലെങ്കിൽ റിലേറ്റഡ് ഗുഡ്സിലോ ചേഞ്ച് വന്നാൽ അത് ഡിമാൻഡിനെ എത്രത്തോളം എഫക്റ്റ് ചെയ്യും, ഡിമാൻഡിൽ എത്രത്തോളം ചേഞ്ച് വരും എന്നുള്ളത് മെഷർ ചെയ്യുന്നതിനെയാണ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് മെയിൻ ആയിട്ട് 3 തരത്തിലാണുള്ളത്. പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്, ഇൻകം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ആൻഡ് ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. എന്താണ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ? പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് റെസ്പോൺസീവ്നെസ് ടു പ്രൈസ് ചേഞ്ചസ്. അതായത് പ്രൈസിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ അത് ഡിമാൻഡിനെ എത്രത്തോളം എഫക്ട് ചെയ്യുന്നുണ്ട് എന്ന് ഐഡന്റിഫൈ എന്ന് മെഷർ ചെയ്യുന്നതാണ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇൻകം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാലോ ഇൻകം ചേഞ്ച് ചെയ്യുമ്പോൾ അത് ഡിമാൻഡിനെ എത്രത്തോളം എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇൻകം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്താണ്? നമ്മൾ റിലേറ്റഡ് ഗുഡ്സിന്റെ പ്രൈസിൽ ചേഞ്ച് വരുമ്പോൾ എങ്ങനെയാണ്
അത് ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് പറയുന്നത്. ഇപ്പൊ നമ്മൾ 3 തരത്തിലുള്ള ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് പറഞ്ഞു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ആണ് തിയററ്റിക്കൽ ആണെങ്കിലും പ്രാക്ടിക്കൽ ആണെങ്കിലും കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുന്നത് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. അപ്പൊ നമ്മൾ പഠിക്കാനുള്ളത് ഫസ്റ്റ് പഠിക്കുന്ന പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. എന്താണ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്? ഡിഫൈൻഡ് ആസ് ദ പെർസെന്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ ദ പെർസെന്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. അതായത് പെർസെന്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡിന്റെ പെർസെന്റേജ് ചേഞ്ചിനെ പ്രൈസിന്റെ പെർസെന്റേജ് ചേഞ്ചുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന പെർസെന്റേജിനെയാണ് എന്തെന്ന് പറയുന്നത് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇവിടെ മെഷേഴ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. നെക്സ്റ്റ് പറയുന്നത് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എങ്ങനെയൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഫസ്റ്റത്തെയാണ് നമുക്ക് പെർസെന്റേജ് മെത്തേഡ് ഓഫ് മെഷറിംഗ് ഇലാസ്റ്റിറ്റി. നമ്മൾ പെർസെന്റേജ് മെത്തേഡിൽ നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം പ്രൈസ് ഇലാസ്റ്റിറ്റി മെഷർ ചെയ്യാം. ഇലാസ്റ്റിറ്റി ഈസ് എ യൂണിറ്റ് ഫ്രീ മെഷർ. അതായത് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് യൂണിറ്റ് ഫ്രീ മെഷർ ആണ്. എന്തുകൊണ്ടാണ് ഈ യൂണിറ്റ് ഫ്രീ മെഷർ എന്ന് പറയുന്നത്? മീനിങ് ഇറ്റ് ഡസ് നോട്ട് ഡിപെൻഡ് ഓൺ ദ യൂണിറ്റ്സ് ഓഫ് പ്രൈസ് ഓർ ക്വാണ്ടിറ്റി. അതായത് പ്രൈസിനെയോ ക്വാണ്ടിറ്റിയെയോ ഒന്നും ഡിപെൻഡ് ചെയ്യുന്നില്ല. പ്രൈസിനെയോ ക്വാണ്ടിറ്റിയെയോ ഡിപെൻഡ് ചെയ്യാത്ത, അതുകൊണ്ട് തന്നെ ഈ ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് യൂണിറ്റ് ഫ്രീ മെഷർ ആണെന്ന് പറയാം. ഇവിടെ പ്രൈസ് ഇലാസ്റ്റിറ്റി എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അതായത് ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൈസും ഡിമാൻഡും എന്താണ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. അതുകൊണ്ട് തന്നെ പ്രൈസും അതേപോലെ ഡിമാൻഡും ഇൻവേഴ്സ് റിലേഷൻ ആയതുകൊണ്ട് തന്നെ പ്രൈസ് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. പക്ഷേ നമുക്ക് കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമ്മൾ ഇത് അബ്സല്യൂട്ട് വാല്യൂ ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. നമ്മൾ പ്രൈസ് ഇലാസ്റ്റിറ്റിയെ അബ്സല്യൂട്ട് വാല്യൂ ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വേറൊരു മെത്തേഡാണ് നമുക്ക് പ്രൈസ് ഇലാസ്റ്റിറ്റി കാണാനുള്ള വേറൊരു മെത്തേഡാണ് ജോമെട്രിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. ജോമെട്രിക് മെഷർ ഓഫ് ഇലാസ്റ്റിറ്റി എലോങ് എ ലീനിയർ ഡിമാൻഡ് കർവ്. അതായത് ജോമെട്രിക് മെത്തേഡാണ്, ജോമെട്രിക് മെഷർ ഓഫ് ഇലാസ്റ്റിറ്റി ആണ് നെക്സ്റ്റ് പറയുന്നത്. ഈ ജോമെട്രിക് മെഷർ എന്ന് പറയുന്നത് എ ലീനിയർ ഡിമാൻഡ് കർവ് ഇസ് എ സ്ട്രൈറ്റ് ലൈൻ ഡിമാൻഡ് കർവ്. ലീനിയർ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ട്രൈറ്റ് ലൈൻ ഡിമാൻഡ് കർവിനെയാണ് ലീനിയർ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഇവിടെ ഇലാസ്റ്റിറ്റി വേരീസ് അറ്റ് ഡിഫറെന്റ് പോയിന്റ്സ് അലോങ് ദ കർവ്. ആ ഒരു കർവിലെ ഡിഫറെന്റ് പോയിന്റ്സിലെ ഇലാസ്റ്റിറ്റി എങ്ങനെയൊക്കെയാണെന്ന് പറയാം. അറ്റ് ദ പോയിന്റ് വേർ ദ കർവ് മീറ്റ്സ് ദ എക്സ് ആക്സിസ് ഹൊറിസോണ്ടൽ ആക്സിസ് ഇലാസ്റ്റിറ്റി ഈസ് 0. അതായത് എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അറ്റ് ദ പോയിന്റ് വേർ ദ കർവ് മീറ്റ് ദ വൈ ആക്സിസ് വെർട്ടിക്കൽ ആക്സിസ് ഇലാസ്റ്റിറ്റി ഈസ് ഇൻഫിനിറ്റി. അതായത് വൈ ആക്സിസിനെ റെപ്രസെന്റ് ചെയ്യുന്ന വൈ ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. At the midpoint of the demand curve elasticity exactly 1. അതായത് ഡിമാൻഡ് കർവിന്റെ മിഡ് പോയിന്റിൽ ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് എന്താണ്? എക്സാക്ട്ലി 1 ആയിരിക്കും. എബോവ് ദ മിഡ് പോയിന്റിന്റെ മുകളിലുള്ള ഭാഗത്തിലെ പോയിന്റ്സിന് ഇലാസ്റ്റിറ്റി ഗ്രേറ്റർ ദാൻ 1ഉം മിഡ് പോയിന്റിന്റെ താഴെയുള്ള ഭാഗത്തിലെ ഇലാസ്റ്റിറ്റി ലെസ് ദാൻ 1ഉം ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് നമ്മൾ ഈ ഒരു ജോമെട്രിക് മെത്തേഡ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് വേരീസ് അലോങ് ദ സ്ട്രൈറ്റ് ലൈൻ ഡിമാൻഡ് കർവ്. ഇവിടെ മിഡ് പോയിന്റ് കർവിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ലീനിയറും അതേപോലെ തന്നെ ഇലാസ്റ്റിക്കും. മിഡ് പോയിന്റ് കർവിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഇലാസ്റ്റിക്കും അതേപോലെ തന്നെ ഇൻഇലാസ്റ്റിക്കും. ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റ് മുകളിലുള്ള പോർഷനെ ഇലാസ്റ്റിക് എന്നും താഴെയുള്ള പോർഷനെ ഇൻഇലാസ്റ്റിക് എന്നുമാണ് പറയുന്നത്. അറ്റ് എനി പോയിന്റ് ഇലാസ്റ്റിറ്റി ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ റേഷ്യോ ഓഫ് ദ ലോവർ ആൻഡ് അപ്പർ സെഗ്മെന്റ് ഓഫ് ദ ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവിന്റെ അപ്പർ സെഗ്മെന്റും ലോവർ സെഗ്മെന്റിന്റെയും റേഷ്യോ ഡിറ്റർമൈൻ ചെയ്തിട്ടാണ് ഏത് പോയിന്റിന്റെയും ഇലാസ്റ്റിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു മെത്തേഡാണ് നമുക്ക് പ്രൈസ് ഇലാസ്റ്റിറ്റി കാണാനുള്ള വേറൊരു മെത്തേഡാണ് ടോട്ടൽ ഔട്ട്ലേ അല്ലെങ്കിൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് അല്ലെങ്കിൽ ടോട്ടൽ ഔട്ട്ലേ മെത്തേഡ് എന്ന് പറയുന്നത്. എന്താണ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് അല്ലെങ്കിൽ ടോട്ടൽ ഔട്ട്ലേ മെത്തേഡ് എന്ന് പറഞ്ഞാൽ? ടോട്ടൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ബൈ എക്സാമിനിങ് ഹൗ ടോട്ടൽ സ്പെൻഡിങ്സ് ഓൺ എ കൊമോഡിറ്റി ചേഞ്ചസ് വെൻ പ്രൈസ് ചേഞ്ചസ്. അതായത് ഒരു കൊമോഡിറ്റിയുടെ പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ ടോട്ടൽ സ്പെൻഡിങ്സിലെ എങ്ങനെയാണ് ചേഞ്ച് വരുന്നത് എന്നത് എക്സാമിൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അതായത് ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ എത്രമാത്രം ചേഞ്ച് വരുന്നുണ്ട് എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്ന മെത്തേഡിനെയാണ് ടോട്ടൽ ഔട്ട്ലേ മെത്തേഡ് എന്ന് പറയുന്നത്.
ഇവിടെ മൂന്ന് പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് ആണുള്ളത്, മൂന്ന് പോസിബിൾ കേസസ് ആണുള്ളത്. ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആൻഡ് യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ്, അങ്ങനെ മൂന്ന് കേസസ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റത്തെയാണ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഇഫ് ദ പ്രൈസ് ഫാൾസ് ആൻഡ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആൾസോ ഡിക്രീസസ് ഡിമാൻഡ് ഈസ് ഇൻഇലാസ്റ്റിക്. അതായത് ഒരു കൊമോഡിറ്റിയുടെ പ്രൈസ് കുറയുകയും അതോടുകൂടി ടോട്ടൽ എക്സ്പെൻഡിച്ചർ കുറയുകയും ചെയ്താൽ ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത്, ഡിമാൻഡ് എന്ന് പറയുന്നത് ഇൻഇലാസ്റ്റിക് ആണെന്ന് പറയാം. ദിസ് മീൻസ് ദ പ്രൈസും ടോട്ടൽ എക്സ്പെൻഡിച്ചറും സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഇവിടെ ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കും. നെക്സ്റ്റ് പറയുന്ന ഒരു കേസാണ് ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൈസ് കുറയുമ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ കൂടുകയാണെങ്കിൽ ഇവിടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ആയിരിക്കും. അതായത് പ്രൈസും ടോട്ടൽ എക്സ്പെൻഡിച്ചറും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇവിടെ ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നത് യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ്. യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസിൽ എന്ത് ചേഞ്ച് വന്നാലും ടോട്ടൽ എക്സ്പെൻഡിച്ചറിനെ അത് എഫക്ട് ചെയ്യുന്നില്ലെങ്കിൽ അത് യൂണിറ്റ് ഇലാസ്റ്റിക് ആണെന്ന് പറയാം. ഇവിടെ യൂണിറ്റ് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് നമുക്ക് നമ്മൾ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഡയഗ്രത്തിൽ വരക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അത് ഷോ ചെയ്യുക? ഡയഗ്രംസ് ടു ഷോ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. അതായത് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് നമ്മൾ ഡയഗ്രത്തിൽ വരക്കുകയാണെങ്കിൽ എങ്ങനെയൊക്കെയാണ് വരിക? ഇവിടെ ഇലാസ്റ്റിറ്റിയുടെ വാല്യൂസ് വേരി ചെയ്യുന്നത് 0 to ഇൻഫിനിറ്റിയിലാണ്. ഇലാസ്റ്റിറ്റീസിന്റെ വാല്യൂസ് നമ്മൾ പറയുക എങ്ങനെയാണ്? 0 to ഇൻഫിനിറ്റി ആണ് വാല്യൂസ് പറയാം. ഇവിടെ 3 കേസസ് പറയുന്നുണ്ട്. പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ്, യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇതിന്റെയൊക്കെ കർവാള് ഏതൊക്കെ രൂപത്തിലാണെന്നാണ് പറയുന്നത്. അതിൽ പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെങ്കിൽ ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയിരിക്കും. ഇവിടെ കർവ് വെർട്ടിക്കൽ ആയിരിക്കും. പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡിന് ഇലാസ്റ്റിറ്റി ഈക്വൽ ടു 0 ആയിരിക്കും. ഗ്രാഫ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആയിരിക്കും. യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെങ്കിൽ ഇലാസ്റ്റിറ്റി ഈക്വൽ ടു 1 ആയിരിക്കും. കർവ് എന്ന് പറയുന്നത് റെക്ടാങ്കുലർ ഹൈപ്പർബോള ആയിരിക്കും. ഇനി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെങ്കിലോ ഇവിടെ ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. കർവ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് റെക്ടാങ്കുലർ ഹൈപ്പർബോള. നമുക്ക് പറയാനുള്ളതാണ് എന്ത്? ടൈപ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. അതായത് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിന്റെ ടൈപ്സ് പറയുന്നുണ്ട്. ഫസ്റ്റത്തെയാണ് പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ്. നമ്മളിപ്പോൾ 3 പറഞ്ഞല്ലോ, അത് തന്നെയാണ് ടൈപ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിക് ഡിമാൻഡ്. പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് ഇവിടെ ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയിരിക്കും. നോ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് റിഗാർഡ്ലെസ് ദ പ്രൈസ് ചേഞ്ച്. അതായത് പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഒരു ചേഞ്ചും വരുന്നില്ലെങ്കിൽ അതിനെയാണ് പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇവിടെ ഇലാസ്റ്റിറ്റി ഈക്വൽ ടു 0 ആയിരിക്കും. രണ്ടാമത്തെ ടൈപ്പാണ് യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇവിടെ ഇലാസ്റ്റിറ്റി ഈക്വൽ ടു 1 ആയിരിക്കും. എ പ്രൊപ്പോർഷണൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻ റെസ്പോൺസ് ടു പ്രൈസ് ചേഞ്ചസ്. അതായത് പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഒരു പ്രൊപ്പോർഷണൽ ചേഞ്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇലാസ്റ്റിറ്റി ഇൻഫിനിറ്റി ആയിരിക്കും. ഇൻഫിനിറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഫോർ എനി പ്രൈസ് വേരിയേഷൻ. അതായത് എന്ത് പ്രൈസ് വേരിയേഷൻ ഉണ്ടായാലും ഡിമാൻഡിൽ ഇൻഫിനിറ്റി ആയിട്ട് ചേഞ്ച് വരികയാണെങ്കിൽ അതിനെയാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്ന ഒരു ടോപ്പിക്കാണ് റെക്ടാങ്കുലർ ഹൈപ്പർബോള ആൻഡ് കോൺസ്റ്റന്റ് ഇലാസ്റ്റിക് ഡിമാൻഡ്. എന്താണ് റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്ന് പറഞ്ഞാൽ? ഈ ഡിമാൻഡ് കർവ് വിത്ത് ദ ഇക്വേഷൻ PQ ഈക്വൽ ടു C വേർ ദ price and the quantity varies and their product is constant. It forms a rectangular hyperbola. അതായത് എപ്പോഴാണ് ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോള ഉണ്ടാക്കുന്നത്? ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ. അതായത് നമ്മളൊരു ഇക്വേഷൻ ഡിമാൻഡ് ഫംഗ്ഷന്റെ ഡിമാൻഡ് കർവിന്റെ ഇക്വേഷൻ PQ ഈക്വൽ ടു C ആണെങ്കിൽ P എന്ന് പറയുന്നത് പ്രൈസും Q എന്ന് പറയുന്നത് ക്വാണ്ടിറ്റിയും C എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ആണ് നമ്മുടെ റിസൾട്ട് ആണ്, C എന്നുള്ളത് കോൺസ്റ്റന്റും ആണെങ്കിൽ അതിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോള ആയിരിക്കും. അതായത് at different points on this curve the total expenditure remains the same. അതായത് ഈ ഒരു കർവിലുള്ള ഡിഫറെന്റ് പോയിന്റ്സിൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, ചേഞ്ച് ചെയ്യൂല, സെയിം ആയിരിക്കും. ഓക്കെ, ഇനി അഡീഷണൽ ആയിട്ട് ഒരു 3 ഇലാസ്റ്റിക് ഡിമാൻഡ് കൂടി പറയുന്നുണ്ട്. ഇലാസ്റ്റിക്, ഇൻഇലാസ്റ്റിക് ആൻഡ് യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇവിടെ പ്രൈസ് 50% കുറയുമ്പോൾ ഡിമാൻഡ് ഇലാസ്റ്റിറ്റി ഡിമാൻഡ് വേരി ചെയ്യുന്നുണ്ട്. ഇലാസ്റ്റിറ്റി ബേസ്
ചെയ്തുകൊണ്ട് ഡിമാൻഡ് വേരി ചെയ്യുന്നുണ്ട്. അപ്പൊ 3 തരത്തിൽ പറയുന്നുണ്ട്. ഇലാസ്റ്റിക് ഡിമാൻഡ്, യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് ആൻഡ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. എന്താണ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്? ഡിമാൻഡ് ഇൻക്രീസസ് മോർ ദാൻ പ്രൊപ്പോർഷനേറ്റ്ലി, അതായത് പ്രൊപ്പോർഷനേറ്റിനെക്കാട്ടിലും കൂടുതലായിട്ട് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാണ്. ഇവിടെ ഇലാസ്റ്റിറ്റി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് ഇലാസ്റ്റിറ്റി ഈക്വൽ ടു 1 ആയിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രൈസിനെക്കാളും ഡബിൾ ആയിട്ട് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാണ്. അതിനെയാണ് യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇലാസ്റ്റിറ്റി ലെസ് ദാൻ 1 ആയിരിക്കും. ഡിമാൻഡ് ഇൻക്രീസസ് ബൈ ലെസ് ദാൻ 50%. 50%-നെക്കാട്ടിലും കുറവായിട്ട് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഇവിടെ ഇലാസ്റ്റിറ്റി ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് നമ്മൾ ഡിറ്റർമിനൻസ് ഓഫ് പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ്. നമ്മളിപ്പോൾ പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഈ പ്രൈസ് ഇലാസിറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് പറയുന്നത്. ഫസ്റ്റത്തെയാണ് അവൈലബിലിറ്റി ഓഫ് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ അവൈലബിലിറ്റി. ഇഫ് ദ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആർ അവൈലബിൾ ഡിമാൻഡ് ഈസ് മോർ ഇലാസ്റ്റിക്. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് അവൈലബിൾ ആണെങ്കിൽ ഡിമാൻഡ് എന്ന് പറയുന്നത് മോർ ഇലാസ്റ്റിക് ആയിരിക്കും. ഇപ്പൊ നമ്മൾ ടീ ആൻഡ് കോഫി എക്സാമ്പിൾസ് എടുക്കുകയാണെങ്കിൽ, സോ പ്രൈസ് ഓഫ് ഒരു ഗുഡിന്റെ ഒരു ടീയുടെ പ്രൈസ് കൂടുകയാണെങ്കിൽ കോഫിന്റെ ഡിമാൻഡ് കൂടും. ഓക്കെ, നെക്സ്റ്റ് ബ്രാൻഡഡ് പ്രൊഡക്ട്സ് ടെൻഡ് ടു ഹാവ് മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് കമ്പയർ ടു ജനറിക് പ്രൊഡക്ട്സ്. രണ്ടാമത്തെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടറാണ് നേച്ചർ ഓഫ് കൊമഡിറ്റി എന്ന് പറയുന്നത്. ഒരു കൊമഡിറ്റിയുടെ നേച്ചർ, അതായത് നമ്മൾ പറഞ്ഞു കൊമഡിറ്റീസിനെ ഡിഫറെന്റ് ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നെസസിറ്റീസ്, ലക്ഷറി ഗുഡ്സ്, അതേപോലെ തന്നെ ഡ്യൂറബിൾ ഗുഡ്സ്. അതിലെ നെസസിറ്റീസ് ആണെങ്കിൽ ഇവിടെ ഇൻഇലാസ്റ്റിക് ആണ് ഡിമാൻഡ് ഉണ്ടാവുക. നെസസിറ്റീസ് ഗുഡ്സിൽ അല്ലെങ്കിൽ എസെൻഷ്യൽ ഗുഡ്സിൽ ഇൻഇലാസ്റ്റിക് ആണ് ഡിമാൻഡ് ഉണ്ടാവുക. ലക്ഷറി ഗുഡ്സ് അല്ലെങ്കിൽ കംഫർട്ട് ഗുഡ്സിൽ ഇലാസ്റ്റിക് ആണ് ഉണ്ടാവുക. ഇലാസ്റ്റിക് ആണ് നമുക്ക് ആ പ്രൈസ് ഇതുവാണെങ്കിൽ പോസ്റ്റ്പോൺ, ആ ഗുഡ്സ് കൺസ്യൂം ചെയ്യുന്ന പോസ്റ്റ്പോൺ ചെയ്യാം. അതുകൊണ്ട് തന്നെ ലക്ഷറി ഗുഡ്സിലെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറയുന്നത് മോർ ഇലാസ്റ്റിക് ആണ് കമ്പയർ ടു നോൺ ഡ്യൂറബിൾ ഗുഡ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഡ്യൂറബിൾ ഗുഡ്സ് മോർ ഇലാസ്റ്റിക് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു പോയിന്റ് ആണ് അൾട്ടർനേറ്റീവ് യൂസ് ഓഫ് കൊമഡിറ്റി. അതായത് ഒരു കൊമഡിറ്റിക്ക് ഡിഫറെന്റ് യൂസസ് ഉണ്ടാവും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇലക്ട്രിസിറ്റിക്ക് ഡിഫറെന്റ് യൂസസ് ഉണ്ട്. ഒരു ഇലക്ട്രിസിറ്റി കൊണ്ട് നമ്മൾ ഡിഫറെന്റ് ആയിട്ട് ഡിഫറെന്റ് കാര്യങ്ങൾ, വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇഫ് എ പ്രൊഡക്റ്റ് ഹാസ് മൾട്ടിപ്പിൾ യൂസസ് ഇറ്റ്സ് ഡിമാൻഡ് ഇലാസ്റ്റിക് വെൻ പ്രൈസ് ഫാൾസ്. അതായത് പ്രൈസ് കുറയുമ്പോൾ അതിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നത് എക്സ്പെക്ടേഷൻസ് ഓഫ് ചേഞ്ച് ഇൻ പ്രൈസ്. അതായത് പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാണ്. ഇപ്പം ഇഫ് ദ കൺസ്യൂമർ എക്സ്പെക്ട് പ്രൈസ് റൈസ് ദേ മേ പർച്ചേസ് മോർ ഇൻക്രീസിംഗ് ഡിമാൻഡ് ഇലാസ്റ്റിറ്റി. അതായത് കൺസ്യൂമർ പ്രൈസ് കൂടും എന്ന് കരുതിയാണ്ട് കൂടുതലായിട്ട് പർച്ചേസ് ചെയ്ത് വെക്കാണ്. അത് ഡിമാൻഡ് എന്ന് പറയുന്ന ഇലാസ്റ്റിറ്റി ആണ്. ഇഫ് എക്സ്പെക്ട് പ്രൈസസ് ടു ഫാൾ ഡിമാൻഡ് ഇലാസ്റ്റിറ്റി ഈസ് ലോവർ. അതായത് പ്രൈസ് കുറയുന്ന എക്സ്പെക്ട് ചെയ്യാണ് കൺസ്യൂമർ, അപ്പൊ എന്താവും ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് കുറവായിരിക്കും. നെക്സ്റ്റ് ആണ് പ്രൊപ്പോർഷൻസ് ഓഫ് ഇൻകം സ്പെൻഡ്. ഇഫ് എ commodity accounts from small portion of income, its demand is inelastic. അതായത് നമുക്ക് കിട്ടുന്ന ഇൻകത്തിന്റെ ഒരു ചെറിയ പോർഷൻ മാത്രം നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇൻഇലാസ്റ്റിക് ആണ്. പ്രൈസ് ചേഞ്ചസ് ഇൻ സച്ച് ഗുഡ്സ് ഡു നോട്ട് സിഗ്നിഫിക്കന്റ്ലി എഫക്ട് ദ കൺസ്യൂമർ ബഡ്ജറ്റ്സിനെ ഇത് എഫക്ട് ചെയ്യില്ല. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലാസ്റ്റിറ്റി 3 തരത്തിലാണെന്ന് പറഞ്ഞിരുന്നു. പ്രൈസ് ഇലാസ്റ്റിറ്റിയും ഇൻകം ഇലാസ്റ്റിറ്റിയും ക്രോസ് ഇലാസ്റ്റിറ്റിയും. അതിൽ പ്രൈസ് ഇലാസ്റ്റിറ്റി ആണ് ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നെക്സ്റ്റ് ഉള്ളതാണ് ഇൻകം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. ഇൻകം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻകത്തിൽ ചേഞ്ച് വരുമ്പോൾ ഡിമാൻഡിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇൻകം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. ഇൻകവും ഡിമാൻഡും തമ്മിൽ പോസിറ്റീവ് റിലേഷൻ ആണ് ഉണ്ടാവുക നമ്മൾ പറഞ്ഞിരുന്നു. ദർ ഈസ് എ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിമാൻഡ് ഫോർ നോർമൽ ഗുഡ്സ് ആൻഡ് കൺസ്യൂമർ ഇൻകം. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഓഫ് നോർമൽ ഗുഡ്സ് ആൾസോ ഇൻക്രീസസ്. നെക്സ്റ്റ് പറയുന്ന ഒരു ടോപ്പിക്കാണ് എന്ത്, ക്രോസ് ഇലാസ്റ്റിറ്റി. ഇവിടെ ഇൻകം ഇലാസ്റ്റിറ്റിയിൽ കുറച്ചുകൂടി കാര്യങ്ങൾ. ഇൻകം ഇലാസ്റ്റിറ്റിയിൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇഫ് ഇൻകം ഇലാസ്റ്റിറ്റി പോസിറ്റീവ് ആണെങ്കിൽ ഗുഡ് ഈസ് എ നോർമൽ ഗുഡ്. അതായത് നോർമൽ ഗുഡ് ആണെങ്കിൽ ഇൻകം ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ഇഫ് ഇൻകം ഇലാസ്റ്റിറ്റി ഈസ് നെഗറ്റീവ് ദ ഗുഡ് ഈസ് ഇൻഫീരിയർ ഗുഡ്സ്. അതായത് ഇൻഫീരിയർ ആയിരിക്കും. നെസസിറ്റീസ് ഹാവ് ലോ ഇൻകം ഇലാസ്റ്റിറ്റി. ലക്ഷറി ഗുഡ്സ് ഹാവ് ഇലാസ്റ്റിറ്റി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഓക്കെ, ഓരോ ഗുഡ്സിലും ഇലാസ്റ്റിറ്റി എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത് ഇൻകം ഇലാസ്റ്റിറ്റിയിൽ. നെക്സ്റ്റ് മൂന്നാമത്തെയാണ് ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് മെഷേഴ്സ് ഹൗ ദ ഡിമാൻഡ് ഓഫ് വൺ ഗുഡ് ചേഞ്ചസ് ഡ്യൂ ടു ദ
ഡ്യൂ ടു ദ പ്രൈസ് ചേഞ്ച് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. അതായത് ഒരു ഗുഡ്സിന്റെ നമ്മൾ പറഞ്ഞു ക്രോസ് ഇലാസ്റ്റിറ്റി എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ഗുഡ്സിന്റെ പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഒരു ഗുഡ്സിന്റെ ഡിമാൻഡിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് റിലേറ്റഡ് ഗുഡ്സിന്റെ പ്രൈസിൽ എങ്ങനെയാണ് ചേഞ്ച് വരുന്നത്, അതിനനുസരിച്ച് ഒരു ഗുഡിന്റെ ഡിമാൻഡിൽ എത്രമാത്രം ചേഞ്ച് വരും എന്നുള്ളത് മെഷർ ചെയ്യുന്നതാണ് ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഇതിൽ പറയുന്നത് എക്സാമ്പിൾ ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് മെഷേഴ്സ് ദ റെസ്പോൺസീവ്നെസ് ഓഫ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് വൺ ഗുഡ് വെൻ ദ പ്രൈസ് ഓഫ് അനദർ റിലേറ്റഡ് ഗുഡ് ആൻഡ് സർവീസസ്. ക്രോസ് ഇലാസ്റ്റിറ്റി പോസിറ്റീവ് ആണെങ്കിൽ ഗുഡ്സ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആയിരിക്കും. ക്രോസ് ഇലാസ്റ്റിറ്റി നെഗറ്റീവ് ആണെങ്കിൽ ഗുഡ്സ് എന്ന് പറയുന്നത് കോംപ്ലിമെന്ററി ഗുഡ്സ് ആയിരിക്കും. അപ്പം നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിമാൻഡിനെ കുറിച്ചും അതേപോലെ തന്നെ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിനെ കുറിച്ചും ഷിഫ്റ്റ് ഇൻ ഡിമാൻഡിനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് യൂണിറ്റിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.